ഇങ്ങനെ എടുത്ത് പൊക്കാൻ പറ്റിയില്ല വ്യക്തിനെ ആ കുട്ടിയെ. പക്ഷെ അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടിയല്ല, കഥാപാത്രം പറ്റിയ കുട്ടിയല്ലെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം എനിക്കെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാ സിനിമ പറയാം, ഭാഗ്യദേവത സിനിമ. ഭാഗ്യദേവത 2009-8 റിലീസ് ചെയ്ത സിനിമ. അതിൽ നരേൻ്റെ ഒരു പാട്ടുണ്ട്, നരേനും കനികയും തമ്മിലുള്ള പാട്ടുണ്ട്. പണി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. പക്ഷേ ഇയും ബ്രൈറ്റും തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. എന്ത് കണക്ഷനാണെന്നൊന്നും എനിക്കറിയില്ല, കറക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പ്രിയയായിട്ട് നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ടായിരുന്നെന്ന് ബ്രൈറ്റോട് ഒരു ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ബ്രൈറ്റ് തെറ്റി പറഞ്ഞാലും ബ്രൈറ്റായിട്ട് അരിയേട്ടവൻ്റെ ഷൂട്ടിൽ തലേദിവസം വരെ നല്ല രീതിയിൽ ഫോൺ കോൾ ഉണ്ടായിരുന്നു. കാരണം ഇവൻ്റെ ബ്രൈറ്റിൻ്റെ സൈബർ സെൽ ഫോൺ നമ്പർ ഇപ്പോൾ സൈബർ സെൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വിളിക്കാറില്ല പെണ്ണുങ്ങളെ, ഇറിയനെ അധികം സമയം സംസാരിക്കാറില്ല, 2 മിനിറ്റ് സംസാരിച്ച് നിർത്തും. പക്ഷേ ബ്രൈറ്റായിട്ടൊക്കെ മണിക്കൂറോളം സംസാരിക്കാറുണ്ട്. ബ്രൈറ്റ് പല പെണ്ണുങ്ങളായിട്ട് സംസാരിക്കാറുണ്ട്. ഒരു മണിക്കൂറാണ് ഒരു പെണ്ണുങ്ങളായിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്നത് അവൻ ഫേമസ് അല്ലെന്ന്. ഫേമസ് അല്ലെങ്കിൽ അവൻ എൻ്റെ മെക്കിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ രാത്രി വിളിക്കുക, തെറി പറയുക, ഭീഷണിപ്പെടുത്തുക, എനിക്കെതിരെ മോശമായിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറയുക, പ്രസ് മീറ്റ് കൊടുക്കുമെന്ന് പറയുക, 24 പോകുമെന്ന് പറയുക. അവനാരും മനസ്സിലായ. അപ്പോൾ അവനിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു ചെകുത്താൻ ഇന്നാളെ പ്രസ് മീറ്റ് കൊടുത്ത പോലെ ഒന്നും ഒരു ഇൻഫ്ലുവൻസ് ഒന്നും അവനില്ല. വേണമെങ്കിൽ ഇപ്പോൾ ചെകുത്താനൊക്കെ പണി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. പക്ഷേ ചെകുത്താനെയും ബ്രൈറ്റ് കമ്പനിയാണ്. പക്ഷേ നമുക്കെതിരെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൊടുത്തു ബൈറ്റല്ലേ കൊടുക്കുകയുള്ളൂ. ഞാനെപ്പോൾ മരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനത് വേണം. കാരണം അവന് ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ട് പോകണമെന്നൊരു രീതിയാണ് എല്ലാവരും അല്ല ബ്രൈറ്റ് ചിന്തിക്കുന്നത്. കാരണം അഭിലാഷ് ആട്ടയം കൂടെ നിർത്തുന്നത്, പുള്ളിയും ചെറിയ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട് ചില സമയത്തൊക്കെ. പക്ഷേ പുള്ളീനെ കൂടെ നിർത്തുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കണക്ഷന് എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമല്ല, ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ളതും നടിമാരായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല റീൽസൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി ലേഡീസായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ലേഡീസ് ഒന്ന് ഡാൻസ് ചെയ്തിട്ട് പോകും. അല്ലാണ്ട് നമുക്ക് വൃത്തിയുടെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആട്ടയത്തെ കൊണ്ട് നിൽക്കുന്നത്. ബ്രൈറ്റ് എന്ന് പറഞ്ഞത് ഒരാളെ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇതായല്ല, മനസ്സിലായി. വേറെ എന്തോരം നിങ്ങൾ ഫോട്ടോ അയച്ചെന്നാണ് അത് ചേട്ടൻ ഡാൻസിക്ക് വേണ്ടി വെളിഞ്ഞോട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നമുക്ക് ഒരു എടുത്ത് പൊക്കുന്ന സീക്വൻസ് കണ്ടപ്പോൾ കണ്ടില്ലായിരുന്നു. ഇനി പൊക്കാൻ പറ്റില്ല വെയിറ്റ് കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നതല്ല കേട്ടോ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം എനിക്കെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാ സിനിമ പറയാം, ഭാഗ്യദേവത സിനിമ. ഭാഗ്യദേവത 2009-8 റിലീസ് ചെയ്ത സിനിമ. അതിൽ നരേൻ്റെ ഒരു പാട്ടുണ്ട്, നരേനും കനികയും തമ്മിലുള്ള പാട്ടുണ്ട്, റൊമാൻറ്റിക് പാട്ട്. അപ്പോൾ ആ പാട്ടിലെ ഒരു സീക്വൻസിൽ കനികേനെ എടുത്തു നിൽക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് നമ്മുടെ നരേ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം അല്ല, ഒരു മാസങ്ങൾക്ക് മുമ്പുള്ള റീൽസിൽ ഇങ്ങനെ എടുത്ത് പൊക്കാൻ പറ്റിയില്ല വ്യക്തിനെ ആ കുട്ടിയെ. പക്ഷെ അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടിയല്ല, കഥാപാത്രം പറ്റിയ കുട്ടിയല്ലെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പിന്നെ എനിക്ക് എത്ര ഇതാണെങ്കിലും ആ ഒരു പൊക്കുമ്പോ വെയിറ്റ് തോന്നിക്കും ആർക്കാണെങ്കിലും. തമന്നനെ പോലത്തെ കുട്ടികളാണ് നമുക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ നായികയാക്കാനൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം. കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഇങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ ആൾക്കാർ എടുത്തു. ഇത് അമ്മച്ചി എന്നൊക്കെ വന്ന കമന്റ് വന്നു. പക്ഷെ എനിക്ക് ഇനിയുള്ളത് വർക്കിലൊക്കെ നല്ല ഡീസൻ്റ് ആയിക്കോട്ടെ. ഇനിയുള്ള സൂപ്പർ വർക്കാണ്. ഇനി ബോളിവുഡിൽ നിന്നാണ് വേണ്ടത്. അമേരിക്ക, ബാംഗ്ലൂർ, ലണ്ടൻ, യൂറോപ്പിൽ നിന്നൊക്കെ ഹിന്ദി ഭാഷ അറിയുന്നവരും തമിഴ് ഭാഷ അറിയുന്നവരൊക്കെ വന്നാണ് അഭിനയിക്കാൻ പോയത്. ആട്ടയമുണ്ട്, ആട്ടയം ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്മസ് ആൽബം ഞങ്ങൾ വിനീതിന്റെ ചെയ്തു വെച്ചിട്ടുണ്ട്.